പത്തനംതിട്ട കോട്ടാങ്കലിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം വിജയദശമി മഹോത്സവത്തോടനുബന്ധിച്ച് പഥസഞ്ചലനവും പൊതുപരിപാടിയും നടന്നു. ജനം TV ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ ഗൗതം അനന്തനാരായണൻ പൊതുപരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. മല്ലപ്പള്ളി താലൂക്കിലെ കുളത്തൂർമൊഴിയിൽ നിന്ന് തുടങ്ങിയ പഥസഞ്ചലനം കൊളങ്ങരക്കാവ് ദേവീക്ഷേത്രത്തിൽ സമാപിച്ചു. ശാരീരിക യോഗ പ്രദർശനയ്ക്ക് ശേഷമാണ് പൊതുപരിപാടി ആരംഭിച്ചത്. മണ്ഡലത്തിലെ ആദ്യകാല സ്വയംസേവകരുടെ സമർപ്പണവും സേവനവും ചടങ്ങിൽ അനുസ്മരിച്ചു. രാജ്യത്തിനു വേണ്ടി സംഘം എന്ത് പ്രവർത്തിച്ചു എന്ന ചോദ്യത്തിന് ഉദാഹരണ സഹിതം നിരവധി സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കഴിയുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ജനം TV ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ ഗൗതം അനന്തനാരായണൻ പറഞ്ഞു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലകന്മാരുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ 931 ഒരു ഇടക്കാല സർസംഘചാലകം ഉണ്ടാവുകയാണ്. സാധാരണ നമ്മുടെ സംഘടനാ സംവിധാനത്തിന് അങ്ങനെ ഒരു ഇടക്കാല സർസംഘചാലകം എന്നൊരു സിസ്റ്റം നമുക്കില്ല. പക്ഷെ 931 നമ്മുടെ സർസംഘചാലകമായി ഇരിക്കുമ്പോൾ തന്നെ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ ബ്രിട്ടീഷുകാരാൽ പിടിക്കപ്പെട്ട് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 100 വർഷത്തെ ചരിത്രത്തിൽ ഒരു തവണ മാത്രമാണ് ഇടക്കാല സർസംഘചാലകം ഉണ്ടായിട്ടുള്ളത്. അത് പരംപൂജനീയ ഡോക്ടർ ജിയെ ബ്രിട്ടീഷുകാർ ജയിലിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. 1940കളിൽ ക്വിറ്റ് ഇന്ത്യ സമരം രൂപപ്പെടുന്ന ഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ ചിമൂറിൽ പോലീസുകാർ ബ്രിട്ടീഷ് ഏജന്റുമാരായിട്ടുള്ള പോലീസുകാർ നടത്തിയ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട രാംദാസ് രാംപുരെ ഉൾപ്പെടെയുള്ളവർ സ്വയംസേവകരായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പേരിൽ 1941 ജയിലിൽ അടയ്ക്കപ്പെട്ടവരിൽ ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചരിത്രമെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഈ ദേശത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഭാരത രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് പങ്കില്ല എന്ന് വരുത്തി തീർക്കുവാൻ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള ചർച്ചകൾ ഈ ഘട്ടത്തിൽ നടക്കുന്നു. ഉപാസനയുടെ പവിത്ര ദിനങ്ങളാണ് നവരാത്രിയും വിജയദശമിയുമെന്ന് പൊതുപരിപാടിയിൽ ബൗദ്ധിക നടത്തിയ RSS ശബരിഗിരി ജില്ലാ ശാരീരിക് സെക്ഷൻ പ്രമുഖ് A നന്ദകുമാർ ചൂണ്ടിക്കാട്ടി. നവരാത്രിയും വിജയദശമി എന്ന് പറയുന്നത് ശക്തിയുടെ സമാഹരണത്തിന്റെ അല്ലെങ്കിൽ ഉപാസനയുടെ പവിത്ര ദിനങ്ങളാണ്. ഇച്ഛാശക്തിയുടെയും ജ്ഞാനശക്തിയുടെയും ക്രിയാശക്തിയുടെയും ഒക്കെ സ്വരൂപമായിട്ടുള്ള ലളിതാംബികാ ദേവിയെ ലക്ഷ്മി ദേവിയായും സരസ്വതി ദേവിയായും ദുർഗാദേവിയായും ലോകം മുഴുവൻ ആരാധിക്കുന്ന ദിനങ്ങളാണ് നവരാത്രി എന്ന് പറയുന്നത്. കേരളത്തിലെ സംഘപ്രവർത്തന ചരിത്രം രേഖപ്പെടുത്തുന്ന ഗ്രന്ഥപരമ്പരയുടെ ആദ്യ ഭാഗമായ രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. RSS ശബരിഗിരി മുൻ ജില്ലാ സഹകാര്യവാഹ് ഗോപാലകൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. ജനം, പത്തനംതിട്ട.